ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ടിജു, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത്, ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ദുബായ് കൈരളി കലാകേന്ദ്രത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നമ്പ്യാർ, ഞാൻ കിഡ്നി ദാനം ചെയ്യുന്നതിനെല്ലാം മുൻപ് 10 വർഷം മുൻപ് ഈ കേരളത്തിന് കിഡ്നി ദാനം ചെയ്യാൻ ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ സാധിക്കുമെന്ന് കേരള ജനതയെ അറിയിച്ച ഉമാ പ്രേമൻ അവറുകൾ, നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സ്വരത്തിൻ്റെ ഉടമയായ വിനീത് ശ്രീനിവാസൻ, അനേകം സന്ദേശങ്ങളെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ തൻ്റെ സംവിധാനത്തിൻ്റെ മികവോടെ ജീവിതത്തിൻ്റെ തനിമയോടുകൂടെ നമുക്ക് അനേകം ആസ്വാദ്യകരമായ സിനിമകൾ പ്രദാനം ചെയ്തിട്ടുള്ള ജോണി ആന്റണി അവറുകൾ, ശ്രീ കെ കുമാർ, ജനറൽ സെക്രട്ടറി ദുബായ് കൈരളി കലാകേന്ദ്ര സന്തോഷ് കുമാർ, ഈ ദുബായിലെ ആദ്യമായി ഞാൻ വന്ന അവസരത്തിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് തന്നതാണ് ഡോക്ടർ കാസിം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കിയതാണ്. എന്നെ കണ്ടപ്പോൾ ഒരു ഫാദർ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല, കാരണം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഭക്ഷിക്കാനായിട്ടുള്ള താല്പര്യമില്ല, എനിക്ക് ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയൊക്കെ കിട്ടാൻ പറഞ്ഞു. ശരി, കഞ്ഞിയും ചമ്മന്തിയും തരാം. അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാനായിട്ട് ഡോക്ടർ കാസിമിൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു. എനിക്കറിയില്ല ഓരോ മനുഷ്യരിലുള്ള നന്മകൾ എത്രയോ വലുതാണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്, ലോകത്തിൽ അത്ഭുതങ്ങൾ ആയിട്ട് കാണുന്നത് മനുഷ്യരെയാണ്. തീർച്ചയായിട്ടും ഈ ദുബായ് കൈരളി കലാകേന്ദ്രം ഈ UAE-യിലെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻസിഡന്റ് ആണ്. അവയവദാനത്തെക്കുറിച്ച് ഈ UAE-യിലെ ആദ്യത്തെ ചലനമുണ്ടാക്കിയിട്ടുള്ളത് അത് കൈരളി കലാകേന്ദ്രമാണ്. അതെല്ലാം നിങ്ങളുടെ ഈ വർഷങ്ങളോളം ഈ കൈരളി കലാകേന്ദ്രത്തെ നയിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളുടെയൊക്കെ തുടക്കം കുറിച്ച വ്യക്തികളുടെ പുണ്യം കൊണ്ടുകൂടെയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. ഞാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ അത് നമുക്ക് കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കായിരുന്നു, നമ്മുടെ ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് എന്തൊക്കെ മനുഷ്യന് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് കൊടുക്കാം, നമ്മുടെ ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പലതും നമുക്ക് മനുഷ്യർക്ക് കൊടുക്കാം. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലുതൊന്നില്ല. അതിന്റെ കാരണം ഈ പ്രകാശമാണല്ലോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പ്രകാശം ഒരു സെക്കൻഡിൽ 1,86,270 മൈൽ ദൂരമാണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുക ഒരു സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശം സഞ്ചാരം അത്ര വേഗതയുള്ള ഒരു മിനിറ്റിൽ എത്ര ദൂരം പ്രകാശം സഞ്ചരിക്കും? ഒരു മണിക്കൂറിലാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു മണിക്കൂറിലാണെങ്കിൽ പ്രകാശം എത്ര വേഗത്തിൽ സഞ്ചരിക്കും? ഒരു ദിവസമാണെങ്കിലോ, അതൊരു 30 ദിവസമാണെങ്കിലോ, അത് 365 ദിവസമാകുമ്പോൾ എത്ര ദൂരത്ത് എത്തും പ്രകാശം? അതിനെ പറയുന്ന ഒരു വർഷത്തെ പറയുന്ന പേരാണ് പ്രകാശ വർഷം. അനേകം അങ്ങനെയുള്ള പ്രകാശവർഷങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യന് കഴിഞ്ഞു. വലിപ്പം മനസ്സിലാക്കണം മനുഷ്യന്റെ. അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര അകലെയുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്താൻ ഈ മനുഷ്യന് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്താണ് ചിന്തിച്ചതെന്നറിയോ? അതിന്റെ ഒരു നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞത്. അതുപോലെ നക്ഷത്ര സമൂഹങ്ങളുള്ള സൗരയുദ്ധങ്ങൾ ഒത്തിരി ഉണ്ടെന്നും അതിലൊരു ചെറു നക്ഷത്രമാണ് ഭൂമി. മനുഷ്യൻ അത് കണ്ടെത്തിയപ്പോൾ മനുഷ്യന്റെ ഉള്ളിലുണ്ടായത്, ഞാൻ എത്രയോ നിസ്സാരനാണ് എന്നുള്ളതാണ്. എത്രയോ നിസ്സാരനാണ് ഞാൻ. ഇത്രയോ നിസ്സാരനായ ഈ മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ, ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് നിസാരമെന്ന് നമ്മൾ കരുതുന്ന, എന്നാൽ ദൈവം ഏറ്റവും വലിയ വാല്യൂ എന്ന് കരുതുന്ന ഈ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ ആലോചിക്കണം, നമ്മൾ എത്രയോ വിലപ്പെട്ടവരാണ്. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്.
അപ്പോ ഈ മനുഷ്യന് ഇത്രമാത്രം ദൈവം തന്നെ സ്നേഹിക്കുന്നെന്നറിയുമ്പോൾ തിരിച്ച് ആ ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയും സ്നേഹവുമാണ് ദൈവസ്നേഹം എന്ന് പറയുക. ഞാൻ പറഞ്ഞു വരുന്ന വേറെ വിഷയത്തിലേക്കാണ്. മനുഷ്യന് വേണ്ടി ഇത്രമാത്രം ദൈവം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എത്രയെത്ര കടപ്പാട് മനുഷ്യന് ദൈവത്തോടുണ്ട്. ദൈവത്തോടുള്ള ഈ കടപ്പാട് വീട്ടുന്നതല്ലേ ഏറ്റവും വലിയ ജീവിതത്തിന്റെ കർത്തവ്യം. അതെങ്ങനെ വീട്ടാൻ പറ്റും? ആ വീട്ടാൻ പറ്റുന്ന മാർഗമാണ് മാനവ സ്നേഹ സേവ. ഞാൻ എൻ്റെ ഓരോ പ്രസംഗത്തിൽ എനിക്കിതറിയില്ലായിരുന്നു. ഒരു ഹൈന്ദവ ഒരു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു അമ്പലത്തിലേക്ക് ഒരു സ്വാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ ഒന്ന് വരണം, ഗുരുവായൂരണം. എന്താന്ന് വെച്ചു, ഫാദറിന് ഒരു വർഷത്തേക്ക് വേണ്ടതായ ഇൻഷുറൻസിന്റെ തുക 2220 രൂപ വെച്ച് ഇൻഷുറൻസ് ഒരു സംഖ്യ ഫാദറിന് വേണ്ടിയിട്ട് ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വരുന്നത് ഒരു അമ്പലത്തിലേക്ക് എന്നെ സ്വാമി വിളിച്ചു കൊണ്ടുപോയത്. അവിടെ വെച്ച് അദ്ദേഹം ഇത് തന്നിട്ട് സംസാരിക്കും, പറഞ്ഞു മാനവ സേവ മാധവ സേവ. അങ്ങനെയാണ് ഞാൻ ഈ വാക്കുകളൊക്കെ കേൾക്കുന്നത്. അപ്പോ ഈ ജീവിതത്തിൽ മനുഷ്യന് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്ക് കൊടുത്താൽ മതി? ആർക്ക് കൊടുത്താൽ മതി? നിങ്ങൾക്കാ പറഞ്ഞൂടെ, ഇങ്ങടാ തന്നച്ചോ എന്നാ പറഞ്ഞൂടെ? നിങ്ങൾക്ക് തന്നാ മതി. നിങ്ങൾക്ക് തന്നാൽ അത് ഉറപ്പ്, അത് ദൈവത്തിനാണ് എത്തുക. അപ്പൊ ഈ ജീവിതത്തിൽ മനുഷ്യന് ദൈവത്തോട് എങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അച്ഛന്മാരോട് അച്ഛോ പ്രാർത്ഥിക്കാനോട്, ഓ പ്രാർത്ഥിക്കാം, എന്താ വിഷമം, എന്തോരം പണിയാ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിലല്ല. ഈ സ്നേഹമെന്ന് പറയുന്നത്, ഈ മനുഷ്യനെ നാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിൽ പറഞ്ഞില്ലേ, സ്കിറ്റിൽ പറഞ്ഞില്ലേ, സ്നേഹം ത്യാഗമാണ്, സഹനമാണ്, ത്യാഗമാണ്. ഇനി മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത് മുഴുവൻ എന്തിനാ? ആ വിഷയത്തിൽ നിന്ന് വേറെ വിഷയത്തിലേക്ക് ഒരു അറ്റണ്ടിട്ട. അതായത് മനുഷ്യൻ ഈ ലോകത്തിലെ ജീവിക്കുന്നത് എന്തിനാ? ഈ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം, ഈ ശരീരത്തിന് സുഖം ഉണ്ടാവണം, ഈ ശരീരത്തിന് സംതൃപ്തി ഉണ്ടാകണം. ഇതിനല്ലേ മനുഷ്യൻ അധ്വാനിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഗൾഫിൽ വന്നിട്ട് അധ്വാനിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ശരീരം, അതെ ദൈവം തന്ന ഈ ജീവിതം, ഈ ശരീരം, അതിന് സംതൃപ്തി ഉണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? പഠിക്കുന്നത് എന്തിനാ? ഭക്ഷിക്കുന്നത് എന്തിനാ? കുളിക്കുന്നത് എന്തിനാ? കളിക്കുന്നത് എന്തിനാ? വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? എല്ലാത്തിനും എന്തിനാ? ഈ ശരീരത്തില്, ഈ ജീവിതത്തില് സംതൃപ്തി ഉണ്ടാകും. സോ ഹെൽത്ത് ഈസ് വെൽത്ത്. ഈ ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും. അതുകൊണ്ട് എത്ര പണം ചെലവഴിച്ചിട്ടും ഈ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കാം. അപ്പൊ ഈ ശരീരം, ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്ന ഈ ശരീരം അസുഖം ബാധിച്ചാലോ? ഈ ശരീരത്തിന് അസുഖം ബാധിച്ചാൽ പ്രിയമുള്ളവരെ, പിന്നെ നമുക്ക് സ്വർണത്തിന്റെ വില ഇടിഞ്ഞ പോലെ തോന്നുക. സ്വർണത്തിനൊന്നും വിലയില്ലാണ്ടായി. കാരണം നമുക്ക് ഇതായി, കിഡ്നിക്ക് അസുഖമായി. പിന്നെ എന്ത് സ്വർണത്തിന്റെ വില അറിഞ്ഞിട്ട് എന്താ കാര്യം? ഭൂമിക്ക് എന്ത് വില? ഭൂമിക്കൊക്കെ വില നീ ആലോചിച്ചോ? എനിക്ക് വിലയൊന്നുമില്ല, കാരണം എന്റെ കിഡ്നി പോയി. ഭൂമിക്ക് എന്ത് വില അറിഞ്ഞിട്ട് കാര്യം? നമ്മുടെ ആരോഗ്യം പോയാൽ നമുക്ക് സ്വർണത്തിന് വില തോന്നില്ല, നമുക്ക് ഭൂമിക്ക് വില തോന്നില്ല, ഒന്നിനും വില തോന്നില്ല. കാരണം നമ്മുടെ ആരോഗ്യം പോയിരിക്കുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ളത് എന്താ? അവർ ബോഡി, അവർ ഹ്യൂമൻ ബോഡി. അത് ദൈവത്തിന്റെ മഹത്തായ ദാനമാണ്. ഈ ദാനം നാം മറ്റൊരാൾക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വിലപ്പെട്ട ഈ ദാനം നാം മറ്റൊരാൾക്ക് നാം പങ്കുവെക്കാൻ സാധിച്ചാൽ, ദാറ്റ് ഈസ് ദ പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ലൈഫ്. അതല്ലേ ഗിഫ്റ്റ് എ ലൈഫ്, അല്ലേ? ഗിഫ്റ്റ് എ ലൈഫ്. ഇതിനേക്കാൾ മഹത്തായ ഒരു ദാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേരാണ് മഹാദാനം എന്ന് നമുക്ക് പറയാം.